അങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മുൻനിർത്തി പഠിച്ച എനിക്ക് നിലവിലെ 7 റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധിച്ചത് ടീം എൻട്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതായത് കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, VFA, ബെവ്കോ, CPO, SI തുടങ്ങിയ ജൂനിയർ അസിസ്റ്റന്റ് മുതലായ 7 ലിസ്റ്റുകളിലാണ് എനിക്കിപ്പോൾ ഇടം പിടിക്കാൻ സാധിച്ചത്. PSCയെ സ്വപ്നം പോലും കാണാത്ത എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് PSC എനിക്ക് തന്നത്. ഹായ് സാർ, ഞാൻ സാറിന്റെ ഗോൾഡൻ ബാച്ചിലാണ് പഠിച്ചത്. എന്റെ പേര് ജെനി. എനിക്ക് കഴിഞ്ഞ WCPO റാങ്ക് ലിസ്റ്റില് 26ാം റാങ്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ തന്നെ എല്ലാം കൂടെ എനിക്ക് 7 ലിസ്റ്റില് തരാനായിട്ട് സാധിച്ചത് സാറിന്റെ ഗോൾഡൻ ബാച്ച് പഠിച്ചുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ ഒരു മോളാണ്. അച്ഛന് ഒറ്റ മോളാണ്. അമ്മ തയ്ക്കാൻ പോകുന്നുണ്ട്. അച്ഛൻ കൂലിപ്പണിയാണ്. ഞാൻ നോക്കും സാർ. ഞാൻ ആകെ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാറിന്റെ ഗോൾഡൻ ബാച്ച് കയറി പഠിച്ചത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ബെവ്കോയ്ക്ക് വേണ്ടി മാത്രമാണ് പഠിച്ചത്. അങ്ങനെയാണ് ബാക്കിയുള്ളതും കൂടെ കിട്ടിയത്. ഹലോ സാർ, സന്തോഷം, ഒരുപാട് സന്തോഷം സാർ. സാർ, അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടാണ് അവക്ക് അച്ഛൻ ഓരോ ദിവസവും കൂടും കൊടുക്കേണ്ട ഇറങ്ങുമ്പോ പറയും, എത്രയും പെട്ടെന്ന് ഈ കഷ്ടപ്പാട് കണ്ട് എനിക്കൊരു ജോലി ആയെങ്കിൽ എന്ന് പറയുമായിരുന്നു സാർ. അങ്ങനെ ഈശ്വരന് അതുപോലെ അവളെ കൂടെ നിന്ന് സാറിനൊപ്പം രാത്രി 2:30 ആവും ചിലപ്പോ കിടക്കുമ്പോ. അപ്പൊ അച്ഛൻ വന്ന് പറയും, ഇനിയെങ്കിലും 3-4 മണിക്കൂറെങ്കിലും കിടയെന്ന് പറയും. ഉറക്കം കുറഞ്ഞ് കണ്ണില് നീര്, മൈഗ്രെയിൻ, പിന്നെ തൊണ്ടവേദന, ഈ അസുഖമായിട്ട് ഇവള് മല്ലിട്ട്. പക്ഷെ എന്നാലും ഇവള് അന്നത്തെ ടോപ്പിക്ക് അന്നന്ന് പഠിച്ചു തീർക്കും. അച്ഛനമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ആളാണ്. സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നേടുമ്പോ കേൾക്കുമ്പോ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞാനും അങ്ങനെ വലിയ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാട്. അവക്ക് ഇത്രയും നാളായിട്ട് സാർ ഒരു അക്കൗണ്ട് പോലും ഇല്ല. കഴിഞ്ഞ വർഷം അച്ഛൻ പറഞ്ഞ്, പിന്നെ മോക്ക് ഞാൻ ഒരു അക്കൗണ്ട് 2000 രൂപ ഇട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഇനി എന്നെങ്കിലും എടുക്കുമെങ്കിൽ ഒരു സാലറി അക്കൗണ്ടേ എടുക്കും. അതവളെ വാശിയായി. എൻ്റെ പേര് ജെനി. ഞാൻ വക്കം സ്വദേശിനിയാണ്. എനിക്ക് കഴിഞ്ഞ WCPO എക്സാമിന് 26ാം റാങ്ക് നേടാൻ സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ഡൽഹി പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിന് പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനും അമ്മയ്ക്കും അതൊട്ടും താല്പര്യമില്ലായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ അമ്മയുടെ ചേച്ചിയായിട്ടുള്ള എൻ്റെ മൂത്തേമ്മയാണ് പറഞ്ഞത്, 1 വർഷത്തേക്ക് ഇങ്ങനെ നമുക്ക് PSC ഒന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഡൽഹി പോലീസിന് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂത്തേമ്മ കാരണമാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് തിരിഞ്ഞത്. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഞാൻ PSCയിലോട്ട് എത്തിപ്പെടുമെന്നും എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടാൻ സാധിക്കുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും PSC എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പിന്നീട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനസിക സംഘർഷങ്ങളൊക്കെ ആയ ഒരു സമയത്ത് എൻ്റെ മൂത്തേമ്മയാണ് എന്നെ ഈ PSC ഫീൽഡിലോട്ട് ഇറക്കുന്നത് തന്നെ. അതിനുശേഷം പിന്നെ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചതെല്ലാം. അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ വന്നത്. ആ സമയത്തൊന്നും എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. PSC പഠിച്ചാൽ കിട്ടുമെന്ന് പോലും എന്നോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പഠിച്ച് ഇത് കിട്ടി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ശേഷം ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു എല്ലാവരുടെയും റെസ്പോൺസ്. ഇപ്പോൾ എന്നോട് എല്ലാവർക്കും വലിയ കാര്യവും സ്നേഹവുമാണ്. അത് ഈ ലിസ്റ്റിലൊക്കെ വന്നതിൻ്റെ ഒരു മാറ്റമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ളൊരു ബലം ദൈവം തരും.
ഉറപ്പായിട്ടും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഒരു എക്സാമിൽ ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതോടെ നിർത്തരുത് പഠിത്തം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം എപ്പോഴായാലും ദൈവം നമുക്ക് തരും. ഏകദേശം ഒരു 9 മാസത്തോളമാണ് ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചത്. അപ്പോൾ ആ ഒരു 9 മാസം ഡെയിലി ഒരു 16.5 മണിക്കൂർ മിനിമം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും 4-4.5 മണിക്കൂർ മാത്രമേ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. പാലക്കാടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൃഷ്ണജ എന്ന് പറഞ്ഞിട്ട്, എൻട്രിന്ന് തന്നെ കിട്ടിയൊരു സുഹൃത്താണ്. പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞാൻ പഠിച്ചതെല്ലാം. ഞങ്ങൾ രാത്രി കാലങ്ങളിൽ കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. 1 മണി മുതൽ 2:30, 3, 4 മണി വരെയൊക്കെ ഞങ്ങൾ ഉറങ്ങാണ്ടിരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. അത് ഒരുപാട് ഗുണകരമായിട്ടുണ്ട് എനിക്ക് ഈ എക്സാമിന്. എൻട്രി തരുന്ന ടോപ്പിക്കുകൾ ഡെയിലി ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ ഞാൻ പത്രത്തിൽ നിന്നാണ് കൂടുതൽ എഴുതിയെടുത്ത് പഠിക്കുന്നത്. എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട്, രാജലക്ഷ്മി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിയാണ് എനിക്ക് കറണ്ട് അഫെയർ എല്ലാം കൊണ്ട് തരുന്നത്. അതെല്ലാം ഞാനൊരു നോട്ടിൽ ഡേറ്റ് ഇട്ട് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ ഡെയിലി ഞാൻ പഠിക്കുമായിരുന്നു. കറണ്ട് അഫെയർ എനിക്ക് മുഴുവൻ മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത്. എനിക്ക് എന്ത് പഠിക്കണം, എങ്ങനെ തുടങ്ങണം എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം എൻട്രിയാണ് എന്നെ കംപ്ലീറ്റ് ആയിട്ടും ഗൈഡ് ചെയ്തത്. അതുപോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. പിന്നെ PSC പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട്, എൻ്റെ അച്ഛനും അമ്മയാണ് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്, തയ്യലാണ്, അമ്മ തയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടാണ് എനിക്ക് ഈ മേഖലയിലോട്ട് ഇറങ്ങണമെന്ന് തോന്നിയത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അച്ഛന് ചെയ്തു കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചത്. പല സാഹചര്യങ്ങളിലും മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലൊക്കെ എൻ്റെ മെൻറ്റർ അരുൺ സാറായിരുന്നു. സാറിനോട് പറയുന്ന സമയത്ത് സുജേഷ് സാറിൻ്റെ ലൈവൊക്കെ കൂടുതലും ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം എൻട്രിയിൽ മോക്ക് എക്സാം സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അതിനുശേഷം ഞാൻ എൻട്രിയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ബാച്ചിൽ കയറാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് പൈസ അടച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, കുഴപ്പമില്ല, പൈസ അടയ്ക്കേണ്ട, അല്ലാണ്ട് തന്നെ ഗോൾഡൻ ബാച്ച് തരാം, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എൻട്രി ഫീസായിട്ട് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. എൻട്രിയുടെ ക്ലാസ്സുകളായാലും എല്ലാം നല്ല മികച്ച ക്ലാസ്സുകളാണ്. നോട്ട്സ് സുജേഷ് സാറിൻ്റെ നോട്ടാണ് ഞാൻ കംപ്ലീറ്റും പഠിക്കുമായിരുന്നത്. പിന്നെ ഡെയിലി ഉള്ള ടോപ്പിക്കും ഡെയിലി ഉള്ള എക്സാമും എല്ലാം എഴുതുമായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ അതിലെ ലീഡർ ബോർഡ് നോക്കിയിട്ട് ഓരോ ദിവസവും എൻ്റെ റാങ്ക് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും റാങ്ക് ഇങ്ങനെ മേളിലോട്ട് കയറി വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഒരു എക്സാം പോലും വിടാണ്ട് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 9 മാസക്കാലം ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഒരു കാര്യത്തിനും പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചത്. ഒരു എക്സാം മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. പക്ഷേ എനിക്ക് 7 ലിസ്റ്റുകളിൽ വരാൻ സാധിച്ചത് എൻട്രി മാത്രം കാരണമാണ്. ഞാൻ എങ്ങും വേറെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. PSC പഠിക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റിലുമുള്ള ആൾക്കാരെല്ലാം നമ്മളോട് പറയുന്നത് ഇത് പഠിക്കണ്ട, കിട്ടത്തില്ല എന്നായിരിക്കും. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സംഭവമാണിത്. ഫിസിക്കൽ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ഞാൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, പോത്തങ്കോടാണ് ഫിസിക്കലിന് പൊയ്ക്കൊണ്ടിരുന്നത്. കുറേ ഗേൾസൊക്കെ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഉള്ളതുകൊണ്ടാണ് ഈ എക്സാം കുറേ പേരൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഫിസിക്കലിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫിസിക്കൽ കിട്ടാവുന്നതേ ഉള്ളൂ. PSC സ്വപ്നം കാണുന്ന ആൾക്കാരോട് എനിക്കിനി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ പഠിക്കുന്നതിനുള്ള ഫലം കിട്ടും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴായാലും ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു കാര്യം തന്നെയാണ്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി ഓർക്കുന്നു. അഖിലെന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എനിക്ക് പഠിക്കുന്നതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി വികാസ് ഭവനിൽ വർക്ക് ചെയ്യുവാണ്. പുള്ളിയും കൃഷ്ണജ എന്ന് പറയുന്ന സുഹൃത്തുമാണ് എന്നെ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിർത്താനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 വ്യക്തികൾ. PSC സ്വപ്നം കാണുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു PSC ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്ന് സംസാരിച്ച പോലെ തന്നെ നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സന്തോഷത്തോടെ തന്നെ വന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.